a new challenge, hula hoop challenge. Hello friends, ഞാൻ പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് ഹൂല ഹൂപ്സ് ചെയ്യാൻ പഠിച്ചതെന്ന്. ഞാൻ സൗദിക്ക് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇത് ഞങ്ങളുടെ റൂമൊക്കെ നല്ല ചെറുതായിരുന്നു, അതുകൊണ്ട് നല്ല ബോറിങ്. അപ്പോൾ പിന്നെ അച്ഛനാണെങ്കിൽ എപ്പോഴും ജോലി പോകുന്നതുകൊണ്ട് ആരും കളിക്കാനുമില്ല, ഒന്നുമില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റോറുണ്ട് ചെറിയെന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് അച്ഛൻ ഞങ്ങൾക്കൊരു കണക്റ്റിംഗ് ഹൂല ഹൂപ്സ് മേടിച്ചു തന്നു. അന്ന് പിന്നെ എൻ്റെ ഏട്ടനെ കുറച്ചറിയായിരുന്നു, പക്ഷെ ഒട്ടറിഞ്ഞു. എനിക്ക് 4 വയസ്സൊക്കെയായിരുന്നു. എന്നാലും ഞാൻ ട്രൈ ചെയ്ത് പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇന്ത്യയിൽ പോയി. അതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോട് പറഞ്ഞു, അമ്മ ഞാൻ ഇന്ത്യയിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ എനിക്കൊരു ഹൂല ഹൂപ്പ് മേടിച്ചു തരുമെന്ന്. എന്നിട്ട് അവർക്ക് 2 ഹൂല ഹൂപ്സ് വെച്ചത്. ഞാൻ നല്ല സന്തോഷത്തിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഏട്ടനേക്കാൾ ഞാൻ ചെയ്തു. അതുകൊണ്ട് നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ പണ്ട് പഠിച്ചിരുന്നത് മലപ്പുറത്തുള്ള ഒരു സ്കൂളിലായിരുന്നു. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇൻഡിപെൻഡൻസ് ഡേന്റെ. അപ്പോൾ വലിയവർക്ക് ഹൂല ഹൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഏട്ടൻ ചേർന്നു. പക്ഷെ എനിക്ക് നല്ല സങ്കടമായി. അതുകൊണ്ട് ഏട്ടനും പറഞ്ഞു, എൻ്റെ അനിയത്തിക്ക് അറിയാം, അതുകൊണ്ട് ഞാനും അന്ന് ചേർന്നു. പിന്നെ ഞാനപ്പോൾ 1ാം ക്ലാസ്സിലെത്തിയായിരുന്നു. പിന്നെ ഞാൻ പെർഫോം ചെയ്ത് 2-3 ഹൂല ഹൂപ്സ് വെച്ചിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ ക്ലാപ്പ് അടിച്ചു. ഞാൻ നല്ല സന്തോഷത്തിലായിരുന്നു. ഞാൻ പറയാൻ മറന്നപ്പോൾ ഞാൻ ചെയ്തത് ജയ്ഹോ എന്നുള്ളൊരു പാട്ടായിരുന്നു, ഓസ്കാറൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഞാനായിരുന്നു അതിലൊരു ഗേളും ഏറ്റവും ചെറുത്. എൻ്റെ സൈഡിൽ 3 ബോയ്സും അവർ 5ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലും ആയിരുന്നു. എൻ്റെ ഏട്ടനും ഹൂല ഹൂപ്സ് അറിയാം. അപ്പം നമുക്കിപ്പോൾ ചോദിച്ചൊക്കെ ഏട്ടൻ എന്നെ വെച്ചിട്ടൊരു ഹൂല ഹൂപ്പ് ചാലഞ്ച് ചെയ്യുമോ? ഏട്ടനോട് എന്താ ചെയ്യണേ? പുസ്തകം വായിക്കുക. നമുക്കൊന്ന് ചാലഞ്ച് ആയിട്ട് ഹൂല ഹൂപ്സ് വെച്ചിട്ട് ഇതൊന്ന് വായിച്ചു കഴിഞ്ഞിട്ട് പ്ലീസ്. ശരി, കുറച്ച് നേരത്തിന്. ഓക്കേ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചാലഞ്ച് സിമ്പിളാണ്. ആരാണ് കൂടുതൽ ഹിപ്പ് കൊണ്ട് ചെയ്യാന്നാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് 3, 2, 1 ഗോ. ഞാൻ തന്നെയാണ് ജയിക്കാൻ. പെട്ടെന്ന് വീഴുമായിരിക്കും. ഇത് കുറച്ച് ഈസിയാണ്, ഞങ്ങൾക്ക് 2ആൾക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് ഇതിപ്പോ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് വേറെ ടഫ് ചാലഞ്ച് നമുക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ഇത് ചാലഞ്ച് ഈ ഹൂല ഹൂപ്സ് അരയിൽ വെച്ചിട്ട് 2 മുട്ടിലും ഇരുന്നിട്ട് ചെയ്തിട്ട് വീണ്ടും ചെയ്ത് ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്യുന്നവരാണ് ഇതിൽ ജയിക്കുക. ഓക്കെ, ആദ്യം ഏട്ടൻ ചെയ്യും. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാം ഏട്ടൻ എത്ര ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും. അതിൽ ആരാണ് ജയിച്ച് അവർക്ക് 1 പോയിന്റ് കിട്ടും. ആദ്യം ഏട്ടനാണ് ചെയ്യുന്നത്. നമുക്ക് ഏട്ടൻ എത്ര ചെയ്യുന്ന നോക്കാം. 3, 2, 1 സ്റ്റാർട്ട്. റെഡി.
1 2 3 4 ഇത്ര എന്ത് ചെയ്യാൻ പറ്റിയ 5 6 7 8 പോയി ഞാനിപ്പോ 8 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി മിച്ചം എത്ര ചെയ്യുന്ന നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ ആദ്യത്തെ ഗെയിമിന് അന്തസ്സായി പൊട്ടിയിരിക്കുന്നു. എനിക്ക് 1, ഏട്ടന് 0. എനിക്ക് 1, അവൾക്ക് 0. ഓക്കെ, ശരി. 3 2 1 ഗോ. ഈ കാര്യത്തിൽ അവൾക്കാണ് നന്നായിട്ട് ചെയ്യാൻ അറിയാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഹാൻഡ്സ് എക്സ്ചേഞ്ചും ചെയ്യാം. വേണ്ട, ചെയ്യണ്ടല്ലോ. ഇതിലും ആരും തോക്കാൻ പോണില്ല. അപ്പം കാരണം ഞങ്ങൾ രണ്ടാളും ഈ ഹിപ്പിലും ഹാൻഡിലും നല്ല എക്സ്പേർട്ടാണ്. ഇതേ വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തോട്ടോ ഹാൻഡ്. വേണമെങ്കിൽ ഓക്കെ, ഞാനപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹാൻഡ്. നല്ല വേനുണ്ട് ഹാൻഡ്. ഞാനും അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് ടഫാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട്, എന്നാലും വേനിക്കുന്നോണ്ട് നമുക്ക് ഇതൊന്നും ചെയ്താം. ഇത് ഏകദേശം പോവാറായിരുന്ന തോന്നുന്നു. അതൊന്നും നമുക്ക് എക്സ്ചേഞ്ച് ഓക്കെ, ഞാൻ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തു. എനിക്കിതൊന്നും ആരും ചെയ്യാൻ പോണില്ല. അപ്പൊ നമ്മൾ ഈ സ്ഥലം എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. പോയോ? അയ്യോ, നമ്മൾ സ്ഥലം എക്സ്ചേഞ്ച് ചെയ്ത് ഇത് പോവാണ്. ഏട്ടൻ ഈ സൈഡിലേക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ ഫ്രണ്ടിലേക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്യട്ടെ ഹാൻഡ്. അയ്യോ, എന്നെ പോവാറായി. ഞാൻ ജയിച്ചു. ജയിച്ചിട്ടില്ല. ജയിക്കാൻ പോകണം. അയ്യോ, ഈ ചാലഞ്ച് ഒരാള് ഹിപ്പിലിട്ടിട്ട് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യണം. എന്നിട്ട് ആരാണ് കൂടുതൽ ചെയ്യുന്നത് അവർക്കാണ് 1 പോയിന്റ് കിട്ടുക. ആദ്യം ഏട്ടൻ ചെയ്യും. നമുക്ക് കൗണ്ട് ചെയ്യാം. 3 2 1 ഗോ. 1 2 ഇപ്പൊ ഏട്ടന് 2 പോയിന്റ് ആണ് കിട്ടിയത്. ഇനി എനിക്ക് എത്ര കിട്ടിയെന്ന് നമുക്ക് കാണാം. 3 2 1 ഗോ. 1 2 3. ഞാൻ ജയിച്ചു. അവൾക്കാണ് അപ്പൊ ഞാൻ 4 ചെയ്തു, ഏട്ടൻ 2 ചെയ്തു. വിന്നർ. അപ്പൊ ഈ ചാലഞ്ച് നമ്മൾ നെക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ മേലേക്ക് കെട്ടിയിട്ടുണ്ട്. ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. ഏട്ടൻ ജയിക്കുന്ന കേൾപ്പം. എന്നാലും നമുക്ക് ചാലഞ്ചിക്ക് പോവാം. 3 2 1 ഗോ. പറ്റില്ല, ഞാൻ പോയി. ഞാൻ സൈഡിക്ക് പോവാണ്. ഈ ചാലഞ്ചില് ഒരാൾ ഒരു ട്രിക്ക് പറയും. അത് മറ്റേ ആൾ ചെയ്ത 1 പോയിന്റ്. ഓക്കെ, ഇപ്പൊ ഞാനാണ് ആദ്യം ചെയ്യാൻ പോണത്. ഓക്കെ, ഏട്ടാ എന്താ ചെയ്യാൻ പോകുന്നത്?
ഓക്കെ എന്നാ ഞാൻ ചെയ്ത ട്രിക്ക് നിച്ചു ചെയ്ത അവൾക്കൊരു പോയിന്റ് കിട്ടും. ഓക്കെ ഞാൻ ചെയ്യാം. എനിക്ക് പറ്റില്ല, ഞാൻ പൊട്ടി. എനിക്കൊരു പോയിന്റ്. ഓക്കെ ഞാന് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നോക്കുകയാണെങ്കിൽ ഏട്ടനുണ്ട് പോയിന്റ്. ഓക്കെ ഒരു ഡ്രോയിങ് കൂടെ എടുത്തോട്ടെ. ഓക്കെ ലാസ്റ്റ് ട്രൈ ആണ്. ഓക്കെ Careful. ഞാൻ ചെയ്ത് കുറച്ച് ചെയ്യില്ലേ? അപ്പൊ എനിക്കും ഒരു പോയിന്റ്. അപ്പൊ എനിക്ക് 2 പോയിന്റ്, ഏട്ടനും 2 പോയിന്റ്. അയ്യോ ഒരു മിനിറ്റ്. ഓക്കെ എന്തായ അപ്പൊ ഇതാണ് ഞാൻ ഏട്ടന് കൊടുക്കാൻ പോണേ. ഏട്ടൻ ഇത് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതാ ആദ്യം ഞാൻ ഓക്കെ എന്നാ ഏട്ടന് പറ്റുന്നത് ഞാൻ അവള് ഒരു ചാൻസ് എടുത്തു, അതുകൊണ്ട് എനിക്ക് ഒരു ചാൻസ് കിട്ടേണ്ടത് അല്ലേ? ഓക്കെ ഇതെനിക്ക് പറ്റണം. വർത്തിക്കും. ഓക്കെ എനിക്കൊരു പോയിന്റ് കിട്ടി. ഇപ്പൊ നമ്മുടെ ടോട്ടൽ പോയിന്റ് 3 ആണ്. അപ്പൊ രണ്ടാളും ഈക്വൽ ആണ്. അപ്പൊ രണ്ടാളും ജയിച്ചു. Bye. Thank you for watching. If you enjoyed the video, don't forget to like, share, and subscribe. See you in the next one.